എല്ലാവരും സമയ കാക്കവടല്ലേ അമ്മായി എപ്പാന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇപ്പൊ മാസത്തിൽ ഒരിക്കലുള്ളൂ ഇവിടെ ഉണ്ടാവുക. അതിങ്ങനെ സിയാർത്ത് നടക്കല്ലേ പണി. അത് ഉമ്മ ഉള്ള കാലത്തും അങ്ങനെ തന്നെയാണ് സമയെ. ബാപ്പ ഇങ്ങനെ ലോകം ചുറ്റി നടക്കലെന്ന് കുടിയത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ. അത് നമ്മളെ കുടിയിട്ടൊക്കെ വർത്താനം. നിങ്ങൾക്ക് പോന്നപ്പോ മരക്കളൊക്കെ ആയിട്ട് പോന്നൂടെ? ഓൾക്ക് പോരാൻ പൂജയൊക്കെ ഉണ്ട് സമയെ. 2 ചേനുള്ള ആടുകളുണ്ട് അവിടെ. അപ്പൊ ഒന്ന് ഇട്ടെറിഞ്ഞാണ്ട് പോരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെ കൊണ്ടുവന്നത്. എല്ലടി അബ്ബാസ് പണിക്ക് പോയതാവൂലേ? അത് പോയിക്കണു. ഇപ്പൊ കുറച്ച് ദിവസം ലീവ് കഴിഞ്ഞു മീൻ ഇല്ലായിട്ട്. ഇപ്പൊ ഇന്നലെ പോക്ക് തുടങ്ങിയതാണ്. എത്ര എന്റെ സെമിയെ ഈ ഉണക്കാവൂല. ഇജ്ജ് വേറെ ആരും ഇടുമ്പോൾ ഇതന്നെ കൊടുക്കല് ഇച്ച് മാണ്ടിട്ടല്ലട്ടാ. പൊന്നാനെന്റെ അമ്മായിയെ ഇതന്നെ ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ് കൊടുന്നതാണ്. ആരാ ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ വരുന്നു? ആരും വരലില്ല. എന്റെ ഉമ്മ ഇപ്പൊ എപ്പോഴേലും ഒന്ന് വരും. അപ്പൊ ഓലെന്നെ കൊണ്ടുവരും. അപ്പൊ ഓൽക്ക് അതന്നെ വെച്ചുകൊടുക്കും ചേച്ചു. അബ്ബാസിന് ഇപ്പോഴും ആ പഴയ സ്വഭാവം തന്നെ അല്ലേ? അതൊന്നും ഇപ്പോഴും മാറ്റിയിട്ടില്ലല്ലേ? ആ മട്ടൻ തന്നെ അമ്മായിയെ. ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ചോറ്റക്ക് കൂട്ടാന് മീൻ ഉണ്ടാവും. മീൻ്റെ പരിപാടിയല്ലേ ഇപ്പൊ. തിന്നോ കുടിച്ചില്ലെന്ന് ഒരു മനസ്സിനെ അറിയില്ല. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ പെരീക്കൊന്ന് പോയി വരിക എന്നല്ലാതെ പുറത്തേക്ക് ഇറങ്ങലില്ല. കല്യാണം കഴിഞ്ഞ ഉടനേറ്റ് ആ കാഞ്ഞീരപ്പോയ ഒന്ന് കൊണ്ടുപോയി. അല്ലാതെ എവിടേക്കും ഞങ്ങളൊന്ന് കൊണ്ടുപോകും ഒന്നും ചോദിച്ചൂല. അവിടെ അതാ രണ്ടെണ്ണം ആഴ്ചയിൽ എൻ്റെ മരക്കൾ ടൂറും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു. ഞാനും അമ്മായിക്കാക്കും പോവില്ല. കുറെ ടൂറ് പോവാനും തിന്നാനും കിട്ടാൻ വേണ്ടിയിട്ട് അമ്മായിയെ പറയല്ല. ഞാൻ 10-18 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്കൊരു മാപ്പിളിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. ചെറിയ മോളെ അബ്ബാസിന്റെ സ്വഭാവം എൻ്റെ മോളെ കൊണ്ടേ ഓനെ പറഞ്ഞതായിരുന്നു. ഞാൻ അങ്ങ് എതിർത്തതാ. ആ കാരണം എൻ്റെ അമ്മായിമ്മേ എൻ്റെ നാത്തൂനെ മരിച്ചോളം എന്നോട് കൊണ്ടിട്ടില്ല. അമ്മായിയെ ഞാനും പുറത്തുനിന്ന് വന്നതൊന്നല്ലല്ലോ. ഞാനും അതിൻ്റെ അമ്മോൻ്റെ മോളെന്നെ അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിക്കണമെങ്കിൽ ഞാനും ഈ കല്യാണത്തിന് സമ്മതിച്ചൂലായിരുന്നല്ലോ. അല്ലടി കുറിച്ചില്ലെങ്കിൽ തിന്നാനും കുടിച്ചാനും ഉണ്ട് എന്ന് വെച്ച് പറഞ്ഞല്ലോ. അല്ല എന്നോടുള്ള പെരുമാറ്റം മറ്റു കാര്യങ്ങളൊക്കെ എത്താൻ മട്ടം. അതിൻ്റെ കാര്യമൊന്നും പറയണ്ട അമ്മായിയെ. ഞാനായിട്ടാണ് ഇവിടെ നിന്ന് കഴിഞ്ഞു പോണത്. എൻ്റെ 2 മക്കളായില്ല ഓരെ വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ ഇവിടെ. അങ്ങനെയൊക്കെയാണല്ലടി. ഒന്നും ഉണ്ടായിട്ട് പറയില്ല സമയം. എൻ്റെ ആങ്ങളേൻ്റെ മോൻ തന്നെയാണ്. ഓന് മീൻ കച്ചവടമാണ്. പെണ്ണുങ്ങളായിട്ടാണ് ഇടപാട്. വല്ല ചുറ്റിക്കളിയായിട്ട് ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടു. എന്താ വെച്ചാൽ ഫോണൊക്കെ ഉള്ള കാലമാണിപ്പോൾ. പണ്ടത്തെ മാതിരിയല്ല. അതിന് ലീവുള്ള ദിവസേ ഫോൺ ഇങ്ങനെ അടിച്ചിനെ കേൾക്കാം. ചിലപ്പോൾ അത് ബാത്റൂമിലേക്കാരാം. അപ്പോൾ ഫോൺ അടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറയും ഇജ്ജ് എടുക്കണ്ട ഞാൻ എടുത്തോണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇച്ചൊരു സംശയം. നല്ലോണം ശ്രദ്ധിച്ചോണ്ടോനെ. ഓന് ദിവസം പണിയുണ്ട്. 1000 ഉറുപ്പ്യ കൂലിയുണ്ട്. നല്ലൊരു തുണി കുപ്പായി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനില്ല. ഒരു ടൂറ് പോണില്ല. നല്ലൊരു കൊസിയിലുള്ള തീറ്റയും കൂടി നിങ്ങൾക്കില്ല. പിന്നെ ഓൻ്റെ ആ കാര്യമൊക്കെ വേണ്ട പോകണം. ഞാനും അമ്മായിയെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഇച്ചൊരു കാര്യം ചെയ്തോ. കുറച്ച് എൻ്റെ കുടിയിൽ പോയിരുന്നോ. എന്നാ ഓൻ്റെ വിളിയും തെളിയും സ്നേഹമൊക്കെ ഉണ്ടോന്ന് അപ്പം നമുക്ക്